ITR ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് കോമൺ മിസ്റ്റേക്കുകളെ കുറിച്ച് നോക്കിയാലോ. നമ്പർ 1, ചൂസിങ് ദ റോങ് ITR ഫോം. ഓരോ ടാക്സ് പേയേഴ്സും അവരുടെ ഇൻകം സോഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടാക്സ് ഫോം വേണം ITR ഫയൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ, സാലറീഡ് എംപ്ലോയി യൂസ് ചെയ്യുന്ന ITR ഫയലിംഗ് ഫോം അല്ല ഒരു ബിസിനസ് മാൻ യൂസ് ചെയ്യേണ്ടത്. സോ കൃത്യമായി നമ്മൾ അത് നോക്കി ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫയലിംഗ് റിട്ടേൺ റിജക്റ്റ് ആകാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. നമ്പർ 2, നോട്ട് സബ്മിറ്റിംഗ് അവർ ഓൾ ഇൻകം സോഴ്സസ്. നമുക്കുള്ള എല്ലാ ഇൻകം സോഴ്സസും, അതായത് സാലറിക്ക് പുറമെ നമ്മൾ ഫ്രീലാൻസ് ആയി വർക്ക് ചെയ്ത ഇൻകം ഉണ്ടെങ്കിൽ, അതെല്ലാം നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ഇൻകം സോഴ്സുകളെ എല്ലാം നമ്മൾ കൃത്യമായി ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പെനാൽറ്റീസ് വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളെക്കുറിച്ചുള്ള എല്ലാ ഇൻകം ഡീറ്റെയിൽസും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കയ്യിലുണ്ടെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്പർ 3, റോങ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്. ITR ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ കൂടെ തന്നെ ഫയൽ ചെയ്യേണ്ട മറ്റൊരു ഡീറ്റെയിൽ ആണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ്. പ്രത്യേകമായി റീഫണ്ട് ഒക്കെ കിട്ടുന്ന കേസുകളിൽ നമ്മൾ റോങ് ബാങ്ക് അക്കൗണ്ട് ആണ് കൊടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് റീഫണ്ടും മറ്റും കയറാനുള്ള സാധ്യതകളൊക്കെ വളരെ ചെറുതാണ്. നമ്പർ 4, ഫെയിലിയർ ടു ക്ലെയിം ടാക്സ് ഡിഡക്ഷൻസ്. ATG, ATC, ATD ഇങ്ങനെയുള്ള ഒത്തിരി ഡിഡക്ഷൻസ് നമുക്ക് നമ്മുടെ ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് കുറച്ച് ടാക്സിനെ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയുണ്ടാക്കി നമുക്ക് അപ്ലൈ ആകുന്ന തരത്തിലുള്ള എല്ലാ ഡിഡക്ഷൻസും കുറച്ച് കൃത്യമായ ടാക്സ് സേവ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. നമ്പർ 5, TDS മിസ്മാച്ച്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ TDS അണ്ടർ റെക്കോർഡോ ഓവർ റെക്കോർഡോ ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നോട്ടീസ് വരികയും അതിന് കൃത്യമായ ഒരു മറുപടി കൊടുക്കാൻ നമുക്ക് സാധിക്കാതിരുന്നാൽ അതിന് പുറമെ പെനാൽറ്റീസ് വരാനായിട്ടും പോസിബിലിറ്റീസ് ഉണ്ട്. സോ TDSനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഡബിൾ ചെക്ക് ചെയ്ത് അത് കൃത്യമാണ് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, അത്തരം ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ അത്തരം ഡീറ്റെയിൽസ് ഫയൽ ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വൺ, നോട്ട് ഫയലിംഗ് ITR ഓൺ ടൈം. നമുക്ക് ITR ഫയൽ ചെയ്യാനുള്ള ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ജൂലൈ 30 നിന്ന് ഈ വർഷം സെപ്റ്റംബർ 15 നീട്ടിയിട്ടുണ്ട്. സോ ആ പീരീഡിനുള്ളിൽ തന്നെ ITR ഫയൽ ചെയ്ത് പെനാൽറ്റീസും കാര്യങ്ങളും അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ITR ഫയൽ ചെയ്യുന്നതിനും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യുന്നതിനും നമ്മളുമായി കണക്ട് ചെയ്യുക. ഗ്രിഡ്വേ ഫൈനാൻസ്. താങ്ക് യു.